എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാം. മർക്കോസ് 15:39. അവന് എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട്, ഈ മനുഷ്യൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്നു പറഞ്ഞു. ഈ അദ്ധ്യായം യേശുവിൻ്റെ കുരിശുമരണത്തെ വിവരിക്കുന്നു. യേശു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, ഇപ്പോൾ കുരിശിൽ കിടക്കുന്നു. അവൻ്റെ കഷ്ടപ്പാടുകളുടെ അവസാന മണിക്കൂറുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു അവസാനം ഉറക്കെ നിലവിളിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തുകൊണ്ട്? ഇതിനുശേഷം അവൻ വീണ്ടും വിളിച്ചു മരിക്കുന്നു. വധശിക്ഷയ്ക്ക് മേൽനോട്ടം വഹിച്ച ശതാധിപൻ യേശുവിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കുകയും അവൻ്റെ അവസാന വാക്കുകൾ ഗ്രഹിക്കുകയും ചെയ്യുന്നു. മറുപടിയായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഈ പ്രഖ്യാപനം പ്രാധാന്യമർഹിക്കുന്നു, കാരണം ശതാധിപൻ ഒരു വിജാതീയനായിരുന്നില്ല, ഒരു റോമൻ പടയാളി, ഒരു യഹൂദനല്ല. കൂടാതെ യഹൂദ മശിഹായോട് മുൻ മതപരമായ വിധേയത്വവും ഇല്ലായിരുന്നു. അവൻ്റെ വിശ്വാസ പ്രസ്താവന യേശുവിൻ്റെ ദൈവീക വ്യക്തിത്വത്തിൻ്റെ അഗാധമായ അംഗീകാരമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ദൈവപുത്രൻ എന്ന പദത്തിന് ആഴമേറിയതും ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട്. സെഞ്ചൂറിയൻ്റെ പ്രസ്താവന മതനേതാക്കളിൽ നിന്നും ജനക്കൂട്ടത്തിൽ നിന്നും നേരത്തെ പരിഹസിക്കപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമാണ്. യേശുവിൻ്റെ വ്യക്തിത്വം റോമൻ പട്ടാളക്കാരൻ യേശു മരിച്ച വഴിക്ക് സാക്ഷ്യം വഹിച്ച ശേഷം വിശ്വാസത്തിൻ്റെ ഒരു നിഗമനത്തിലെത്തുന്നു. ശതാധിപൻ വധശിക്ഷ നടപ്പാക്കുന്ന പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുകയും യേശുവിനെ ദൈവപുത്രനായി പരസ്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം ഒരു വിജാതീയൻ എന്ന നിലയിൽ യഹൂദരുടെ മിശിഹായിക പ്രതീക്ഷകളിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ നിക്ഷേപം ഉണ്ടാകുമായിരുന്നില്ല. അവൻ്റെ പ്രസ്താവന കൂടുതൽ ശക്തമാണ്, കാരണം അതവൻ കണ്ടതിനെ ആസ്പദമാക്കിയുള്ളതാണ്. അസാധാരണമായ കൃപയും സമാധാനവും അമാനുഷിക സംഭവങ്ങളുമുള്ള ഒരു മനുഷ്യൻ. ആകാശം ഇരുണ്ടുപോകുന്നു. യേശുവിൻ്റെ മരണത്തിൽ ഭൂമി കുലുങ്ങുന്നു. അവൻ്റെ ഏറ്റുപറച്ചിൽ യേശുവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിന് സാക്ഷിയാണ്. ഈ സംഭവങ്ങൾ യേശുവിൻ്റെ മരണം ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിമോചന പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു എന്നതിൻ്റെ ദൈവീക സ്ഥിരീകരണമാണ്. കഷ്ടതയിൽ യേശുവിനെ നാം തിരിച്ചറിയണം. അതിരുകൾക്കപ്പുറമുള്ള വിശ്വാസവും യേശുവിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും ഉണ്ടായിരിക്കണം. വിജാതീയനായ ശതാധിപൻ യേശുവിനെ മനുഷ്യപുത്രനായി അംഗീകരിക്കുന്ന ഒരു ചരിത്രം തന്നെ തിരുത്തി കുറിക്കപ്പെടുന്നു. സ്നേഹപിതാവേ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും യേശുവിനെ ദൈവപുത്രനായി തിരിച്ചറിയാനും പ്രഖ്യാപിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.